പൗത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഇവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ കമലമ്മയെ പിടിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് സിയെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. പക്ഷേ സിയെ വിചാരിച്ച പോലല്ല. കമലമ്മ നല്ല ബോൾഡായിട്ട് തന്നെ ഉത്തരം പറയുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മാഷ് എന്തൊക്കെ പറഞ്ഞോ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. സാറല്ലേ തീരുമാനിച്ചെന്ന് വന്നത് വിക്രമാണെന്ന്. പിന്നെ ഞങ്ങളോട് എന്തിനാണ് ചോദിക്കുന്നത്? സാറ് തന്നെ ചോദ്യം ചോദിക്കുന്നത്. സാറ് തന്നെ ഉത്തരം പറയുന്നു. പിന്നെ എന്നോട് ചോദിക്കുന്നത് എന്തിനാന്ന്? കമലമ്മ നല്ല ബോൾഡായിട്ട് ഉത്തരം പറയുമ്പോൾ സിഐ പറയാണ്, നമ്മളെ വിചാരിച്ച പോലെയല്ലോ കാര്യങ്ങൾ എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് വാസവൻ വന്നിറങ്ങുന്നുണ്ട്. വാസവൻ വന്നിട്ട് നേരെ മാഷിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഞാൻ മാഷിനെ കാണാനാണ് വന്നതെന്ന് പറയാണ്. എന്തിനാ? എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് സന്തോഷിക്കാൻ വന്നതാണ്. ഒരിക്കലുമല്ല, ഞാൻ നിങ്ങളെ സഹായിക്കാനാണ് വന്നതെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് പോലീസ് കോൺസ്റ്റബിളിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, സിഐ എന്തി? സിഐ അകത്ത് ചോദ്യം ചെയ്യുകയാണെന്ന് പറയാണ്. ഞാൻ വന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാണ് വാസവൻ വന്നിട്ടുണ്ടെന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ കോൺസ്റ്റബിൾ അകത്ത് നിന്ന് സിഐ അടുത്ത് കാര്യം പറയാണ്. സമയത്ത് അവിടെ സിഐ കമലമ്മയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കമലമ്മ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം കോൺസ്റ്റബിൾ ഒന്ന് പറയാണ്, സാറേ ആ വാസവൻ വന്നിട്ടുണ്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തോ പറയാനുണ്ടെന്ന്. അപ്പോൾ സിഐ പറയാണ്, നിങ്ങൾ പറയാൻ എന്തായിരുന്നു? ഈ കേസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചെയ്യൽ നടക്കുകയാണെന്ന്. അത് പറഞ്ഞ്, പക്ഷേ സാറിനോട് ഇതുമായി എന്തോ പറയാനുണ്ടെന്നാണ് പറഞ്ഞതെന്ന്. അങ്ങനെ സിഐ ആണെങ്കിൽ പുറത്തേക്ക് പോവാണ്. അപ്പോൾ അവിടുത്തെ വനിതാ കോൺസ്റ്റബിൾ എടുത്ത് പറയാണ്, അവരെയും കൂടെ കൊണ്ടുവന്നോളാൻ പറയാണ്. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് കമലമ്മ ഓടി മാഷിൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ മാഷ് കമല അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ചെയ്തോന്ന്? ഇല്ല എന്ന് കമലമ്മ പറയുന്നുണ്ട്. അപ്പോൾ സിഐ പറയാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല, അതാണ്ടേ ഒരു കുഴപ്പവും വന്നിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ വാസവൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്? അല്ല, അന്ന് ആശുപത്രിയിൽ വിക്രം വന്നിട്ടുണ്ടോ എന്നൊരു സംശയം. ഇവരുടെ അടുത്ത് ചോദ്യം ചെയ്ത കാര്യം കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ, അതിനെ വിളിപ്പിച്ചതെന്ന് പറയുകയാണ്. എൻ്റെ മോനെ കൊന്ന കേസിൽ അതിനു വേണ്ടിയാണോ ഇവരെ വിളിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ്. അതെ, വിക്രമല്ലേ വരുണിനെ കൊന്നത്. മാത്രമല്ല പുളിക്കനും കൊല്ലപ്പെട്ട്. അത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി വിക്രം തന്നെയാണ് പുളിക്കനെയും കൊന്നതെന്ന് സിഐ പറയാണ്. അപ്പോൾ വാസവൻ പറയാണ്, എനിക്ക് വിക്രത്തെ സംശയമില്ല, എൻ്റെ പരാതി പിൻവലിക്കുകയും ചെയ്ത്. വിക്രമല്ല എൻ്റെ മോനെ കൊന്നത്, വേറെ ആരും ആണെന്ന് പറയാണ്. ആഹാ, അപ്പോഴത്തേക്ക് സിഐ അങ്ങ് ഞെട്ടുന്നുണ്ട്. പക്ഷേ പുളിക്കനെ കൊന്ന ഒരു പരാതിയുണ്ട്, അത് വിക്രം തന്നെയാണെന്ന് ഞങ്ങൾക്ക് കേസെടുക്കാമല്ലോ എന്ന് പറയാണ്. അത് നിങ്ങളെടുത്തോ, പക്ഷേ എൻ്റെ മോനെ കൊന്നത് വിക്രമല്ല, അതിലെനിക്ക് പരാതിയില്ല. പിന്നെ വിട്ടയക്കാൻ സാറിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അപ്പം മാഷിൻ്റെ അടുത്ത് പറയാണ്, മാഷും ഭാര്യയും പൊക്കോ, ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വക്കീലിനെ വിളിപ്പിക്കാമെന്ന് വാസവൻ പറയുകയാണ്. അപ്പോൾ സിഐ ഒന്നും മിണ്ടാതെ നിന്നിട്ട് പറയണം, കുഴപ്പമില്ല പൊക്കോളം പറയാണ്. അപ്പോഴത്തേക്ക് മാഷും കമലമ്മയും കൂടെ വാസവനോട് നന്ദിയൊക്കെ പറഞ്ഞ് പോവുകയാണ്. ഈ സമയത്ത് വാസവനാണെങ്കിൽ സിഐ അടുത്ത് പറയാണ്, സാറ് ഇത് എന്തിൻ്റെ കൂറാ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ. ആരുടെയോ എച്ചിൽപ്പെട്ടിയായിട്ട് നിൽക്കുകയാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ വിക്രത്തിൻ്റെ സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ വിക്രം എന്തായാലും തുനിഞ്ഞിറങ്ങും, അതെനിക്ക് ഉറപ്പാണ്. അവൻ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ്റെ നിരപരാധിത്വം തെളിയിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ കേസ് തെളിയുക തന്നെ ചെയ്യുമെന്ന് പറയാണ്. ഇതൊക്കെ മാഷും കമലമ്മ കേട്ടോണ്ടിരിക്കുകയാണ്. സാറി കാണിക്കുന്ന കൂറ് ആർക്കോ വേണ്ടിയാണെന്ന് അറിയാം, പക്ഷേ എന്നാലും സത്യം പുറത്ത് വരിക തന്നെ ചെയ്യുമെന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആകപ്പാട് ഞെട്ടുകയാണ്. എൻ്റെ മോനെ കൊന്നത് വിക്രമാണെന്ന് എനിക്കൊരു സംശയമില്ല, എൻ്റെ കേസ് പിൻവലിച്ചെന്ന് വാസവൻ പറയുകയാണ്. പക്ഷേ പുളിക്കൻ്റെ കേസ് നിലനിൽപ്പുണ്ടല്ലോ എന്ന് സിഐ പറയുന്നുണ്ട്. അത് നിങ്ങൾ എന്താണെന്ന് ചെയ്തോ, പക്ഷേ ഇതെന്തായാലും സത്യം തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് വാസവൻ പറയാണ്. അപ്പം ആകപ്പാടപ്പെട്ട അവസ്ഥയാണ് സിഐ. അങ്ങനെ മാഷും കമലമ്മയും പോവുകയാണ്. എന്തായാലും സിഐക്ക് മനസ്സിലായിട്ടുണ്ട്, വാസവന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി, വിക്രമല്ല കൊന്നതെന്ന്. ഇനി ശ്രീകാന്തിൻ്റെയും ചന്ദ്രശേഖരൻ്റെയും അടുത്ത് വാസവൻ വളരെ താമസമില്ലാതെ തന്നെ എത്തിച്ചേരുമെന്ന് സിഐക്ക് മനസ്സിലായി തുടങ്ങി.